ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മരുന്നിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇത് മിനുവിന് പനിയായിരുന്നത്. അപ്പോൾ പനിയായ ടൈമിൽ മരുന്ന് വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള ബോക്സാണിത്. അപ്പോൾ ഇത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യണമെന്ന്. കാരണം ഞാൻ ഇൻസ്റ്റയിലൊക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ മരുന്നിൻ്റെ ബോക്സൊക്കെ വെച്ചിട്ട് കുറേ ക്രാഫ്റ്റിൻ്റെ വീഡിയോ. പക്ഷെ നമ്മൾ അതൊന്നും അല്ല കേട്ടോ ചെയ്യാൻ പോകുന്നത്. കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. സാധാരണ ഇത് വെച്ചിട്ട് നമ്മുടെ പെൻ ഹോൾഡറൊക്കെ ഉണ്ടല്ലോ, പെന്നൊക്കെ ഇട്ട് വെക്കണം, നമ്മുടെ ടേബിളിലൊക്കെ വെക്കണം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്കിത് വെറൈറ്റി ആയിട്ട് ഒരു വാൾ ഡെക്കോർ ഇത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ചുമരിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സംഭവം ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ. അപ്പം നമുക്ക് ഇതിന്മേലുള്ള പണി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാ മരുന്നിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മാർക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാരച്ചൂട്ടിൻ്റെ പോലത്തെ തീമിലുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു പെട്ടി പോലത്തെ ഒരു സംഭവം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ആദ്യം ഒന്ന് സമമായിട്ട് വരണം ഒരു ഭാഗത്ത്, പിന്നെ രണ്ട് സൈഡിലും നമ്മൾ കുറച്ച് ചരിച്ചിട്ടാണ് കേട്ടോ വരയുന്നത്. ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ നമ്മൾ വരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറയുന്ന ടൈമിൽ മനസ്സിലാവില്ലായിരിക്കാം, പക്ഷേ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് എക്സ്റ്റൻഷൻ ബ്ലേഡായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്, അത് വെച്ചിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു ഭാഗം താഴേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നത് പോലത്തെ ഒരു ബോക്സാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് രണ്ട് സൈഡിലും നമ്മൾ കുറച്ച് ചരിച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കിൽ വരച്ച ആ ഒരു വരയില്ല, അത് കുറച്ച് മുകളിലായിട്ട് വരച്ചു. എന്നിട്ട് അത് കുറച്ച് അതിൻ്റെ അപ്പുറത്തുള്ള വര കുറച്ച് രണ്ട് സൈഡിലും ചരിച്ച് കൊടുത്തിട്ട് നടുവിലായിട്ട് ഇതേപോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പെട്ടിൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ഞാൻ ഇത് സംഭവം വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഈ വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ആ ഒരു A4 ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഞാനിത് മുഴുവനായിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ അതിങ്ങനെ ഓരോ വശങ്ങളും ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ലാസ്റ്റാണ് നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒട്ടിക്കുമ്പോഴാണ് കുറച്ചും കൂടി നീറ്റ്നെസ് കിട്ടുക. നമ്മൾ ഓരോരോ സൈഡിലും ഓരോരോ പീസ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന ടൈമിൽ കുറച്ച് അത്ര നീറ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കവർ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഈ ഒരു മുകളിലും താഴെയായിട്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അധികം വന്ന ഭാഗങ്ങൾ, അതൊക്കെ നമ്മൾ ഇതേപോലെ ആ ഒരു 4 വശങ്ങളും കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇതേപോലെ മടക്കി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ അതൊക്കെ ഇങ്ങനെ ആ ഒരു ഉള്ളിലേക്ക് അങ്ങ് പോകും. അടിയിലത്തെ ആ ഒരു വശങ്ങളും നമ്മൾ ഇതേപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഈ ഒരു ത്രികോണ ഷേപ്പിൽ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇതെല്ലാം നല്ല രീതിയിൽ ഫെവിക്കോളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് വൈറ്റ് പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. എനിക്കൊന്ന് കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും കളറിലുള്ള കളർ പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, റെഡൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബാക്കി വന്ന പേപ്പേഴ്സ് ഉണ്ടായിരുന്നില്ല, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കുറേ മടക്കുകൾ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ തവണ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്, മടക്കി എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു ബോക്സോ കാര്യങ്ങളോ എന്തെങ്കിലും എടുത്താൽ മതി. നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ അടുത്തുണ്ടായിരുന്നൊരു ഒരു ക്രീമിൻ്റെ ബോട്ടിൽ ഞാൻ ഇതേപോലെ മേലെ വെച്ചു. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ച് റൗണ്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാടെണ്ണം ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പേപ്പർ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരേ ഷേപ്പിലുള്ള റൗണ്ട് ഷേപ്പ് നമുക്ക് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും അധികം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയതൊക്കെ നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒന്ന് നടുവേ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കൂട്ടി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് പാരച്ചൂട്ടിൻ്റെ ആ ഒരു മുകളിൽ വരുന്ന ആ ഒരു ബലൂൺ പോലത്തെ സംഭവമില്ല, അത് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ഓരോ വശങ്ങളും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് എണ്ണവും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ടും അളവിനനുസരിച്ചിട്ടും ഒക്കെ എടുക്കാം. ഞാൻ ഇത്രയും ഒരു ചെറിയ ഷേപ്പിലുള്ള റൗണ്ട്സാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് പാരച്യൂട്ടിൻ്റെ ആ ഒരു ബലൂണ് പോലെ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഇത് ഒരു റെയിൻബോ കളറിലൊക്കെ, അതായത് ഇങ്ങനെ വ്യത്യസ്ത കളറിലൊക്കെ പെയിൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എല്ലാം മുഴുവനായിട്ട് നമുക്ക് ഒരേ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓരോ സൈഡ് ഒരേ കളർ ചെയ്യാൻ. അതായത് ഈ ഒരു അവസാനത്തെ പീസിൽ യെല്ലോ കളർ ചെയ്ത് കൊടുത്തു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പീസ് ഉണ്ടല്ലോ, അതായത് അവസാനം നമ്മൾ ഈ ഒരു യെല്ലോ കളർ ചെയ്ത് കൊടുത്തു. ആ ഒരു ആദ്യം തുടങ്ങുന്ന ടൈമിലും ആ ഒരു ഭാഗത്തും യെല്ലോ കളർ ചെയ്ത് കൊടുത്തു. അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ആ സെയിം കളർ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയുന്ന ടൈമിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത്രയൊന്നും നമ്മൾ ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യമില്ല കേട്ടോ. നമ്മളുടെ അടുത്ത് കളർ പേപ്പർ ഉണ്ടെങ്കിൽ കേട്ടോ, കളർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പലതരം കളർ പേപ്പർ വെച്ചിട്ട്
ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതിയല്ലോ. പണി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് കളർ പേപ്പർ ഉണ്ടായിരുന്നില്ല, എന്തായാലും കളർ ഉണ്ടായിരുന്നു, പെയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതുപോലെ ചെയ്തെടുക്കാം, നല്ല ഭംഗിയുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിത് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു കളർ പേപ്പറിന് 2 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 5 കളർ പേപ്പർ വാങ്ങുന്നുണ്ടെങ്കിൽ 10 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5 കളറിൽ കിട്ടുകയും ചെയ്യുമല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പം ആ ഒരു ഐഡിയ ആണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മളിത് പെയിൻറ്റൊക്കെ ചെയ്യുന്ന ടൈമിൽ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സൈഡ് പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റൂ. ഞാൻ അങ്ങനെ ഉണങ്ങാതെ ചെയ്ത ടൈമിൽ എനിക്ക് ചെറിയ രീതിയിൽ അബദ്ധം പറ്റി, അവിടെ ഇവിടെയൊക്കെ കളർ ഫെയ്ഡ് ആവും, വീണ്ടും പെയിൻറ്റ് ചെയ്യേണ്ടതൊക്കെ വന്നു കേട്ടോ. അപ്പം ഇതിന് ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും കളർ പേപ്പർ കിട്ടുമെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനത്തെ സംഭവം ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ ഏത് രീതിയിലാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ ഏത് സൈഡും 2 സൈഡ് നമ്മൾ ഒരേപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡ് ചെയ്തു, അതേ സെയിം കളർ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം യെല്ലോ അടിച്ചു, ഒരു സൈഡിൽ യെല്ലോ അടിച്ചു, അതിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ അടിച്ചു. ഇതിന് ശേഷം നമുക്ക് റെഡ് ആയിരുന്നു, അതും ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു. ഇനി നമുക്ക് ഇതൊരു ഫ്രെയിം പോലെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫ്രെയിമിൽ ഒട്ടിക്കുന്ന ഒരു വാൾ ഡെക്കോർ പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന കട്ടി കുറഞ്ഞ കാർഡ്ബോർഡിൻ്റെ പീസിൽ നിന്നും ഇതേപോലെ കുറച്ച് പീസ് കാർഡ്ബോർഡുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രെയിമിൻ്റെ 4 സൈഡിലും വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഒരു A4 ഷീറ്റിൻ്റെ വണ്ണത്തിനും വലുപ്പത്തിനും അനുസരിച്ചിട്ട് നീളത്തിനും വണ്ണത്തിനും അനുസരിച്ചിട്ട് എടുത്താൽ മതി. ജസ്റ്റ് ഇതാ 4 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ A4 ഷീറ്റിൻ്റെ ആ ഒരു 4 സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുക്കാതെ നമ്മൾ ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാറുണ്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ സെയിം ആണെന്ന് ഒന്നും കൂടെ വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്കാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഐഡിയ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ആദ്യം ഞാൻ വിചാരിച്ചു ആ ഒരു A4 ഷീറ്റിലേക്ക് ഈ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം പെയിൻറ്റ് ചെയ്യാമെന്ന്. പക്ഷേ അത് പെയിൻറ്റ് ചെയ്താൽ അങ്ങനെ മൊത്തത്തിൽ അത് ആകെ കൊളായി പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ ഈ ഒരു ഫ്രെയിം മാത്രമേ ഉണ്ടല്ലോ, ഈ ഒരു 4 പീസുകളും നല്ല രീതിയിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം ആ ഒരു A4 ഷീറ്റിലേക്ക് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ ഈ 4 പീസുകളും നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്യുന്നത് കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ, നമ്മൾ ജസ്റ്റ് പെയിൻറ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഞാൻ പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറച്ച് വെള്ളം ആഡ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാർഡ്ബോർഡിലും അതേപോലെ തന്നെ പേപ്പറിലൊക്കെ എന്തെങ്കിലും പെയിൻറ്റ് ചെയ്യുമ്പോൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യില്ല, ആ ഒരു ടൈമിൽ എപ്പോഴും ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്യും. ഒരുപാട് വെള്ളമൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ, ഒരിത്തിരി വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ 4 എണ്ണം ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടോ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാരച്ചൂട്ടിൻ്റെ മുകളിലത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ആ ഒരു 3 ഭാഗങ്ങളും ഡ്രൈ ആയതിനു ശേഷം വീണ്ടും ഒന്നുകൂടെ എടുത്തിട്ട് അതിൻ്റെ അടുത്ത വശങ്ങൾ ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ കളർ വെച്ചിട്ടായിരുന്നു ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തിൻ്റെ അടുത്ത് കളർ നല്ല രീതിയിൽ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. എല്ലാ കളറൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഗ്രീൻ എന്നൊക്കെ പറയുന്നത് അത്ര ക്യൂട്ടായിട്ടുള്ള കളറൊന്നും അല്ലല്ലോ. അപ്പോൾ കളർ നല്ല രീതിയിൽ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഒരു പെർഫെക്ഷൻ ആ ഒരു ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു 4 ഫ്രെയിം ഉണ്ടല്ലോ, ഫ്രെയിമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒപ്പിച്ച് നോക്കി എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ. എന്നിട്ട് കറക്റ്റ് അല്ലാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഫ്രെയിം ഈ ഒരു A4 ഷീറ്റിലേക്ക് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനിത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാം. കാരണം ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുന്ന ടൈമിൽ ഒരുപാട് സമയം എടുക്കുമെങ്കിൽ പോലും അത് ഒട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒട്ടിയുള്ള പോലെ അവിടെ കിടന്നോളും. അതേസമയം നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് പേപ്പർ ഒട്ടിക്കുന്നതെങ്കിൽ ഈ ഒരു പേപ്പറും കാർഡ്ബോർഡും ഒക്കെ ഒട്ടിക്കുന്ന ടൈമിൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുന്ന ടൈമിൽ അത് എങ്ങനെ ഇളകിപ്പോരും, കുറച്ചൊരു സമയം കഴിയുമ്പോഴേക്കും ഇളകിപ്പോരും. പക്ഷേ അതേസമയം ഫെവിക്കോൾ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നതെങ്കിൽ ഒരുപാട് സമയം അതിങ്ങനെ നിൽക്കും കേട്ടോ. ഒരുപാട് സമയമല്ല, ഒരുപാട് ദിവസങ്ങളും അതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇതൊക്കെ നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം ഈ ഒരു ഫെവിക്കോൾ വെച്ചിട്ട്, എന്നിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാമെന്നൊക്കെ വിചാരിച്ചു. കാരണം സമയമുണ്ടല്ലോ. അങ്ങനെ ഞാനത് നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് എല്ലാം ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു. പിന്നെ ഞാനിത് ഓരോന്ന് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഓരോ ലെയറും നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ലെയർ ചെയ്തിട്ട് അത് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം അതിൻ്റെ അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു സമയം നമുക്ക് ബാക്കിയാണ്. ആ ഒരു ടൈമിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാത് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് 4 ഫ്രെയിമും സെറ്റാക്കി എടുത്തിട്ട് 4 ഭാഗവും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു അധികം വന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു A4 ഷീറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ പുറമേ കാണുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് മടക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഭാഗം കൂടെ ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ അടുത്തത് ഈ ഒരു പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോ കളറും ഇങ്ങനെ തപ്പി എടുക്കുകയായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ചിലതിലൊക്കെ പെയിൻറ്റ് നല്ല രീതിയിൽ കുറവായിരുന്നു. അപ്പോൾ ഈ ഒരു കളറിലായിരുന്നു കുറച്ചും കൂടെ ഉണ്ടായിരുന്നത്.
ഇതൊരു ബ്രൈറ്റ് കളർ എന്നല്ല, ക്യൂട്ട് കളറാണ്. പക്ഷേ എങ്കിൽ ഇതിൽ എനിക്കിത് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതിൽ കുറച്ചും കൂടെ ബ്രൈറ്റ് കളർ ആയിരുന്നു വേണ്ടിയിരുന്നത് കേട്ടോ. പക്ഷേ എങ്കിൽ നമ്മുടെ ഇതിലുള്ള പെയിൻറ്റൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ആ ഒരു ഭാഗം കൂടെ നമ്മൾ ഇതേപോലെയൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം നമ്മൾ വെക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ഇവിടെയൊക്കെ പെയിൻറ്റ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കാരണം അതിൻ്റെ ഒരു വൃത്തികേട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഈ ഒരു ബോക്സ് പോലത്തെ, അത് നേരത്തെ ചെയ്തിട്ട് മാറ്റി വെച്ചതാണ്. അപ്പം അത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളൊരു ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ നല്ല രീതിയിൽ വരച്ചെടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വരച്ചതിൽ ചെറിയ രീതിയിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞു പോയി കേട്ടോ. അപ്പം ആ ഭാഗം റെഡിയാക്കി വരുമ്പോഴേക്കും മൊത്തത്തിൽ ഞാൻ വിചാരിച്ചതിൻ്റെ അത്ര നന്നായിട്ട് കിട്ടിയില്ല. ഇത്രയും ഭാഗം മതിയായിരുന്നു എനിക്ക് പിന്നെ തോന്നി, ഇത്രയും മതിയായിരുന്നു. പക്ഷെ നമ്മൾ വലുതാക്കി വരച്ചപ്പം ആകെ മൊത്തത്തിൽ കൊളായിപ്പോയി. എങ്കിലും ലാസ്റ്റ് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അതങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പും കൂടെ അവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യൂട്ടായിട്ടുള്ള എന്ത് ഇമേജ് വേണമെങ്കിലും വരച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് ഇങ്ങനെ വരക്കാൻ നല്ല രീതിയിൽ അറിയാത്തതുകൊണ്ട് ഹാർട്ട് ഷേപ്പ് ആവുന്ന ടൈമിൽ കുറച്ചും കൂടെ പെട്ടെന്ന് എളുപ്പത്തിൽ പണി കഴിയുമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഹാർട്ട് ഷേപ്പിന് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം സമയത്തിന് ശേഷം നമ്മുടെ ഈ ഒരു ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചിട്ടുള്ള ഈ ഒരു കാർബണിൻ്റെ സംഭവം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കളറിൻ്റെ ആ ഒരു നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു പാരച്ചൂട്ടിൻ്റെ മുകളിലത്തെ ആ ഒരു ബലൂൺ പോലത്തെ ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇത് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയതാണ് ആ ഒരു ബോക്സും ആ ഒരു പാരച്ചൂട്ടും എവിടെയൊക്കെ വേണം എന്നുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഇതേപോലെ വെച്ച് നോക്കിയതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എംബ്രോയ്ഡറിൻ്റെ നൂലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെട്ടി പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ആ പെട്ടിയിൽ നിന്ന് നമുക്ക് ഈ ഒരു പാരച്ചൂട്ടിൻ്റെ ആ ഒരു ബലൂണിലേക്ക് ഇത് ജോയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു എംബ്രോയ്ഡറിൻ്റെ നൂലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് എപ്പോഴോ എംബ്രോയ്ഡറി പഠിക്കണം, യൂട്യൂബ് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന എംബ്രോയ്ഡറിൻ്റെ നൂലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഓരോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നു. ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണത്, 4 മൂല ഉണ്ടല്ലോ ഈ ഒരു ബോക്സിൻ്റെ, ആ ഒരു 4 മൂലകളും നമ്മൾ ഇതേപോലെ ഓരോ ചരട് വീതം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് മുകളിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിലെല്ലാം ആ ഒരു പാരച്ചൂട്ടിൻ്റെ ബലൂണിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഐഡിയ എന്നുള്ളത് ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതേപോലെ 4 മൂലക്കിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം, നൂലിൻ്റെ കളർ കേട്ടോ. ഇനി നിങ്ങളുടെ എംബ്രോയ്ഡറിൻ്റെ നൂലില്ലെങ്കിൽ ഏതെങ്കിലും കട്ടിയുള്ള ഒരു നൂലായാലും മതി കേട്ടോ. ഇനിയിപ്പോൾ സാധാരണ നൂലാണെങ്കിൽ 1-2 അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ലെയർ എടുത്താലും നല്ല കട്ടിയുള്ള നൂല് പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ സാധാരണ സ്റ്റിച്ചിങ്ങിൻ്റെ നൂലൊക്കെ എടുത്താൽ അങ്ങനെ എടുത്താലും മതി. അപ്പോൾ അത് 4 മൂലക്കിൽ നമ്മൾ ഈ ഒരു നൂലുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ആ ഒരു ഫ്രെയിമിൻ്റെ ആ ഒരു പെട്ടി ഉണ്ടല്ലോ, ആ ഒരു പെട്ടി നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമിലേക്ക് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 4 നൂലുകളും ഇതേപോലെ ഒന്ന് വലിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കി വലിച്ച് വെക്കാം കേട്ടോ. ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം ആ ഒരു പശയും ആ ഒരു നൂലും നല്ല രീതിയിൽ ഒട്ടിയതിന് ശേഷം ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. എൻ്റെ ഇത് നല്ല രീതിയിൽ ഒട്ടാത്തത് കൊണ്ട് തന്നെ നൂല് പെട്ടെന്ന് ഇതായി പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളത് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ. കാരണം അത് ഡ്രൈ ആയാലും മാത്രമേ വലിച്ചിട്ടൊക്കെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഡ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഈ ഒരു അധികം വന്ന ഈ ഒരു വൈറ്റ് ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. കാരണം അങ്ങനെയാണല്ലോ ഭംഗി, ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സംഭവങ്ങളൊക്കെ വലിയ സംഭവങ്ങളൊക്കെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആ ഒരു ഫ്രെയിമിൻ്റെ അവിടെ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ താഴത്തെ ഭാഗത്ത്, അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കട്ട് ചെയ്ത ടൈമിൽ ആ ഒരു കാർഡ്ബോർഡ് ഒരിത്തിരി നീങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അളവ് കൃത്യമായിട്ട് കിട്ടിയില്ല. ഞാൻ ലാസ്റ്റ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ബ്ലാക്ക് കളർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പ് അങ്ങ് ഫില്ലാക്കി കേട്ടോ. അപ്പോൾ ഇത് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സംഭവം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിത് 4 ഭാഗങ്ങളും ഇതേപോലെ വലിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കി. അതിനുശേഷം ആ ഒരു പാരച്ചൂട്ടിൻ്റെ ബലൂണിൻ്റെ ആ ഒരു സംഭവം നമ്മളിങ്ങനെ വെച്ചു. അതെവിടെയാണ് വരുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലെ തുമ്പ് അവിടെ ഉണ്ടല്ലോ, അവിടെ നമ്മൾ നല്ല രീതിയിലൊന്ന് പശയാക്കിയിട്ട് ഈ ഒരു ഫ്രെയിം ആ ഒരു ബലൂണ് അവിടെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇത്, ഇങ്ങനെയായിരുന്നു കേട്ടോ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ അടിയിലത്തെ ആ ഒരു വശങ്ങളൊക്കെ നല്ല രീതിയിൽ ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് തേച്ച് കൊടുത്തു. എന്നിട്ട് ഈ ഒരു രീതിയിൽ അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നൂലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അധികം വന്ന ഭാഗം നമ്മൾ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തങ്ങ് കളഞ്ഞു. സംഭവം അങ്ങനെ സെറ്റായി. പക്ഷേ ഈ ഒരു A4 ഷീറ്റിലാണല്ലോ നമ്മളിത് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കട്ടി നല്ല രീതിയിൽ കുറവായിരുന്നു. അപ്പോൾ നമുക്കിത് വാളിൽ അങ്ങനെ നല്ല രീതിയിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു A4 ഷീറ്റിൻ്റെ അതേ വലുപ്പത്തിൽ വേറൊരു കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ല രീതിയിൽ ആ ഒരു A4 ഷീറ്റ് അടക്കം നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തു. അങ്ങനെ അത് കുറച്ച് അത്യാവശ്യം കട്ടിയുള്ളൊരു ഫ്രെയിമാക്കി. എന്നിട്ട് നമുക്കത് നല്ല രീതിയിൽ വാളിൽ തൂക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കാരണം അത് നല്ല രീതിയിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ ഒരു കാർഡ്ബോർഡിൻ്റെ കട്ടിയും കൂടെ ആകുന്ന ടൈമിൽ കുറച്ച് വെയിറ്റൊക്കെ ഇരിക്കും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നമുക്ക് വാളിൽ ഈസി ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ നല്ല രീതിയിൽ അത് ഒട്ടിച്ച് കൊടുത്തു. നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം
ഞാനത് വാളിലുണ്ടായിരുന്നൊരു ഹുക്ക് ഉണ്ടായിരുന്നു, അതിലേക്ക് ഇങ്ങനെ തൂക്കി. അപ്പം ഞാൻ ബാക്കിൽ ഇങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് ഒരു ചെറിയൊരു നൂലും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ആ ഒരു ഹുക്കിലേക്ക് ഇങ്ങനെ കൊളുത്താനുള്ളൊരു സംഭവം ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ആ ഒരു 4 ഭാഗത്തും ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ചുമരിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഫ്രെയിം. അപ്പോൾ ഇതായിരുന്നു എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ വെറുതെ കളയാൻ വെച്ചിട്ടുള്ള ആ ഒരു ബോക്സ് വെച്ചിട്ട്, അതായത് നമ്മൾ ആ ഒരു മെഡിസിൻ്റെ ബോക്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇതൊരു പക്ഷേ ഇതിലും നീറ്റായിട്ട് അല്ലെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും. നല്ല രീതിയിൽ നല്ല കളർ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനും കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതുപോലെ എന്തെങ്കിലും അൽക്കുലത്തി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.